സ്വപ്നമില്ലെന്നുണ്ടോ? ആക്സിഡന്റിന് ശേഷം അവളുടെ പെരുമാറ്റവും സംസാരവും ഓർമ്മയൊക്കെ കുറച്ച് പ്രശ്നത്തിലാണ്. പെയിന്റിങ്ങിനോട് മാത്രമേ അവള് താല്പര്യം കാണിക്കുന്നുള്ളൂ. അവൾക്കൊരു ബോഗൈൻവില്ല ഫിക്സേഷനോ പിന്നെ തപ്പിളി തന്നെ വേണം. ഋതുവിന്റെ ലോകം തന്നെ വേറെ. അവൾ എന്നാ കാണുന്നതെന്ന് അവൾക്ക് തന്നെ അറിയാം. ഡോക്ടർ, ഞാൻ ഡേവിഡ് കോശി, തേനി ACP. ഇവരറിയോ? അറിയാം സാർ, എൻ്റെ വൈഫാണ്. I think she's in a mind palace. ഒന്നിലധികം പെൺകുട്ടികളെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. പോലീസിന് ആകെയുള്ള ലീഡ് ഈ ഛായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങളുടെ വൈഫ് ഫോളോ ചെയ്യുന്നതിന്റെ CCTV വിഷ്വലാണ്. സാർ സഹായത്തിന് വേറെ ആരെയും നോക്കും. പ്രീതു എന്തോ ഒളിപ്പിക്കുന്നുണ്ട് റോയ്സ്. അവൾ എന്തെങ്കിലും ഓർത്താലല്ലേ ഒളിപ്പിക്കേണ്ടതുള്ളൂ. റീത്ത് മനഃപൂർവ്വം ഞങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ നോക്കാണോ സംശയം? റീത്തുവിനെ ഡോക്ടർ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ട്. ചേച്ചി, റീത്തും ഛായയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. പിന്നെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഉത്തരം അവളങ്ങ് ഉണ്ടാക്കിയിരുന്നു. ചേച്ചി എന്താ ആലോചിക്കുന്നേ? അല്ല രമേ, ഞാൻ വരയ്ക്കുന്ന പടങ്ങൾ ഇത്രയും കാശ് മുടക്കി ആരാ മേടിക്കുന്നതെന്ന് ആലോചിക്കുമായിരുന്നു.